ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബിന്ദു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ടു. ആ കടു പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് സവാള ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയിലും കടുവിലോട്ടും ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തു. അതിനി നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് ആവി കയറ്റി അത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു തക്കാളിപ്പഴം കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ തക്കാളിപ്പഴം എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഐറ്റങ്ങൾ കൂടി എടുത്തേക്കാം. അതിനു വേണ്ടി പൊടി ഐറ്റമായിട്ട് എടുത്തേക്കുന്നത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇറച്ചി മസാല, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. വാടി വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് എടുത്തു കൊണ്ടുവരാം ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കറികളൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തോല് ഇളക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് പോന്നു പോരാത്ത ഉപ്പോ വല്ലതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു സ്വല്പം ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പഞ്ചസാര കൂടി ചേർക്കണം കേട്ടോ. എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇപ്പോൾ കറിയൊക്കെ ഇവിടെ ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കറി ഇനി അങ്ങ് മാറ്റി വെക്കുകയാണ്. കടു വറുത്തിടേണ്ടവർക്ക് കടു വറുത്ത് ഒന്നും കൂടി ഇടാം. അതിനായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പം കടു ഇനി വറക്കുന്നില്ല. ആദ്യമേ കടു വറുത്ത് വെച്ചതായതുകൊണ്ടേ ഇനി കടു വറക്കുന്നില്ല. അത് ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് എണ്ണ കൂടി തൂത്തിട്ട് നമ്മൾ ദോശയ്ക്ക് മാവ് കോരി ഒഴിച്ച് വെച്ച് ചുട്ടെടുക്കുകയാണ്. ഇന്നലെ ഞാൻ ദോശയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാവെടുത്തു ദോശ കൂടി ചുട്ടെടുക്കുക. നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയുമാണ് നമുക്കിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.